നിഷിദ്ധമായ ഉപകരണങ്ങൾ നിഷിദ്ധമാവാനുണ്ടായിരിക്കുന്ന കാരണം ലിൽ ഇൻഹിമാക്കി അതിൽ ലയിച്ചു ചേർന്ന് പോകുന്നു എന്ന കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ദഫിന്റെ താളത്തിലും അതുപോലെ തന്നെ ദഫിന്റെ താളം പുറപ്പെടുവിക്കുന്ന റിതം പേഡിൽ നിന്നുള്ള ഈ താളത്തിലും അത് കാണുന്നില്ല എന്നുള്ളതാണ്. റിതം പേഡിന്റെ താളങ്ങൾ മാത്രമുള്ള പാട്ടുകൾ ഉപയോഗിച്ചോളൂ. നിഷിദ്ധമായ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഒരു നിലക്കും നബിദിന വേദികളിൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ്. ആ ദഫ് കളിയിൽ നിന്ന് എന്റെ ഒരു നിരീക്ഷണ പ്രകാരം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മറ്റൊരു കലാരൂപമാണ് അറബിക്. റഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം വരുന്നു, മീലാദ് വേദികൾ മനോഹരമായ ആനന്ദകരമായ രീതിയിൽ ഉയർന്നു വരാനിരിക്കുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് കലാപരിപാടികളെക്കുറിച്ച് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ദഫ് കളി, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികളിൽ നിശിതമായ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, നിഷിദ്ധമായ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഒരു നിലക്കും നബിദിന വേദികളിൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല. കീബോർഡ്, ഗിറ്റാറ്, കമ്പിവാദ്യങ്ങൾ, പീപ്പിളിവാദ്യങ്ങൾ തുടങ്ങിയ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള നിഷിദ്ധമായ ഉപകരണങ്ങളാണ് ഇവയെല്ലാം. ഇതുപോലത്തെ പലതുമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്ട്രുമെന്റ്സുകളുടെ അകമ്പടിയോടെയുള്ള ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണപ്പെടാറുണ്ട്. അത് ഒരിക്കലും നമ്മുടെ മീലാദ് വേദികളിൽ കൊണ്ടുവരരുതേ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി പലരും പറയാറുണ്ട്, ഇപ്പോൾ എല്ലായിടത്തും അത് ഉണ്ടല്ലോ എന്ന്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച ഇൻസ്ട്രുമെന്റ്സുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കീബോർഡ്, അതുപോലെ തന്നെ കമ്പിവാദ്യങ്ങൾ, പീപ്പിളി വാദ്യങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൽ നിഷിദ്ധമായി പറയപ്പെട്ടിട്ടുള്ള, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സകല ഉപകരണങ്ങളോട് കൂടിയുള്ള നമ്മുടെ മുന്നിൽ സാധാരണ കേൾക്കപ്പെടുന്ന ആ ഗാനങ്ങളൊന്നും, അങ്ങനെയുള്ള ഗാനങ്ങൾ, ആ ഗാനങ്ങളുടെ വരികൾ മനോഹരമായിരിക്കും, പക്ഷേ അതിന് അകമ്പടിയായി ഉപയോഗിച്ച ഉപകരണങ്ങൾ നിഷിദ്ധമായവയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മുടെ മീലാദ് വേദികളിൽ ഒരിക്കലും കൊണ്ടുവരരുത് എന്നാണ് പറയാനുള്ളത്. മനോഹരമായ പാരമ്പര്യ പൈതൃകത്തിന് കടക്കൽ കത്തിവെക്കുന്ന രീതിയാണെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. എന്നല്ല, ചില സ്ഥലങ്ങളിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സത്യത്തിൽ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത്, ഒന്ന്, അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കുട്ടികൾ അങ്ങനെ കളിയെടുക്കും, അതങ്ങനെ നടക്കും, അത്രമാത്രം. ഇതിൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സുകൾ നിഷിദ്ധമാണെന്ന് എന്ന് അവർക്കറിയില്ല. അല്ലെങ്കിൽ സാധാരണ ചെറിയ മുട്ടുള്ള റിതം പേഡിന്റെ മുട്ട്, ദഫിന്റെ താളം മാത്രമുള്ള ഗാനങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായി ഇവർ സെലക്ട് ചെയ്യുന്ന ഈ ഗാനങ്ങൾ അവരുടെ വിശ്വാസത്തിൽ അതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന ഗാനങ്ങളല്ലേ എന്നാണ്. അതിൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ പലതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗാനങ്ങൾ മാറ്റി നിർത്തണം. ഇതിന് പലപ്പോഴും ഉസ്താദുമാരുടെ നിയന്ത്രണത്തിലല്ലാതെ, നിരീക്ഷണത്തിലല്ലാതെ നടക്കുന്ന പല ദഫ് സംഘങ്ങളിൽ നിന്നും നബിദിന വേദികളിൽ അവതരിപ്പിക്കുന്ന സമയത്താണ് എല്ലാവരും ഇത് കാണുന്നത്. അതിന് നിങ്ങൾ ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്, എങ്ങനെയുള്ളതാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങൾ ചെന്ന് അന്വേഷിക്കണം. എന്നിട്ട് ഈ നിഷിദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണെങ്കിൽ അത് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, എല്ലാവർക്കും അറിയാം പലതും ഇത് പറ്റില്ല, പക്ഷെ അത് ആരും ഒരു വിഷയമാക്കാത്തത് കൊണ്ട് അതങ്ങനെ ഉപയോഗിച്ച് വരുന്നു. ഏകദേശം പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. ഈ പെട്ടുനീർച്ചകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അറവനക്കളി എന്ന രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന ആ ഒരു കളി, സത്യത്തിൽ അതൊരു ഡാൻസ് ഇനത്തിലാണ് പെടേണ്ടത്. ദഫ് ഇനത്തിൽ, ഒരു ഇസ്ലാമിക് ദഫ് ഇനത്തിൽ ആ ഒരു ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഡാൻസ് ദഫിനെ ഉൾപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് എന്റെ നിരീക്ഷണം. ഞാൻ നിരന്തരം അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. വെട്ടുനീർച്ചകളും അതിന്റെ ആഘോഷ പരിപാടികളും എന്നുള്ളത് അത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ഔദ്യോഗികമായിട്ടുള്ള ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതല്ല. മറിച്ച് അത് നാട്ടിലെ ജാതിമത ഭേദമന്യേ നടത്തപ്പെടുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടികളാണ്. അതിലെ നിഷിദ്ധതയും അനിഷിദ്ധതയും ഒന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. അത് തെറ്റ് നമ്മൾ എവിടെ നിന്ന് മുഅ്മിൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. മുഅ്മിൻ അല്ലാത്തവർക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അതങ്ങനെ നമ്മൾ നടത്തുന്ന പരിപാടികളല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം. എന്നാൽ നബിദിന വേദികൾ എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും നടത്തപ്പെടുന്ന പരിപാടികളാണ്. അതിൽ ഹബീബായ നബിയുടെ മീലാദിനാണ്, ജന്മദിനത്തിനാണ് നടത്തപ്പെടുന്നത്. അതിൽ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക തന്നെ വേണമെന്ന് ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുകയാണ്. എന്നാൽ നാം ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ഒരു വിവരണം നമുക്ക് നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മദ്ഹ് ഗാനങ്ങളിൽ, അതുപോലെ തന്നെ നല്ല നല്ല ഈ ഇസ്ലാമിക ഗാനങ്ങളിലൊക്കെ ദഫിന്റെ താളവും അതുപോലെ തന്നെ ആ താളം റിതം പാഡിൽ നിന്ന് വരുന്ന താളം, അത് ദഫിന്റെ താളത്തോട് യോജിച്ച് ഉള്ള ഒരു സ്വരമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഇന്ന് നമ്മുടെ ഫ്ലവർ ഷോകളിലും അതുപോലെ തന്നെ സ്കൗട്ടുകളിലും അതുപോലെ തന്നെ ദഫ് കളികളിലും ഇപ്പോൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിനെക്കുറിച്ചാണ് നമുക്ക് വ്യക്തമായി അറിയേണ്ട ആവശ്യമുള്ളത്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത്. നാം പറഞ്ഞ ഈ റിതം പാഡിൽ നിന്ന് വരുന്ന ദഫിന്റെ താളവും ദഫ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള താളവും നൽകിക്കൊണ്ടുള്ള മദ്ഹ് ഗാനങ്ങൾ,
ആ മദ്ഹ് ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഈ നിഷിദ്ധമായ ഉപകരണങ്ങൾ നിഷിദ്ധമാവാനുണ്ടായിരിക്കുന്ന കാരണം ലിൽ ഇൻഹിമാക്കി അതിൽ ലയിച്ചു ചേർന്ന് പോകുന്നു എന്ന കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ദഫിന്റെ താളത്തിലും അതുപോലെ തന്നെ ദഫിന്റെ താളം പുറപ്പെടുവിക്കുന്ന റിതം പാഡിൽ നിന്നുള്ള ഈ താളത്തിലും അത് കാണുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ പഠനത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ റിതം ഉപയോഗം ഒരു നിഷിദ്ധമായ അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദഫിന്റെ താളവും നിഷിദ്ധമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദഫിന്റെ താളം പുറപ്പെടുവിക്കുന്ന റിതം പേഡിന്റെ താളത്തിൽ ഉസ്താദുമാരും നമ്മുടെ സംഘടനകളുടെ ഇതിനൊക്കെ കൃത്യമായ അതിന്റെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. SKSF-ന്റെയും SSF-ന്റെയും ഒക്കെ സ്റ്റേറ്റ് കമ്മിറ്റികൾ ഇറക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളിൽ അവർ ഉപയോഗിച്ച് ഈ തരം താളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ആ ഡോക്യുമെന്റ്സുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അവർ വലിയ മതസംഘടനകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പാഠവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതിലൊക്കെ ഈ റിതം പാഡിന്റെ താളം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പാഠപുസ്തകങ്ങളിലെ പഠനത്തിന് സഹായകമായിട്ടുള്ള ഈ ഗാനങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചത് ഇൻഹിമാക്കി എന്ന കാരണം അതിലില്ല. അതൊരിക്കലും ആ റിതം പാഡിന്റെ താളത്തിൽ വരുന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. മറ്റു പലതരത്തിൽ നോക്കി കീബോർഡ് നമുക്ക് ശക്തമായി കീബോർഡ് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും വേറെ ഒരു തലത്തിലേക്ക് മാറി പൈശാചിക സ്പർശനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതവിടെ നിഷിദ്ധമായത്. മനവും തനവും ഒക്കെ അതിൽ ലയിച്ചു പോയി മറ്റൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ഗാനമേളകളിലൊക്കെ കുട്ടികളൊക്കെ ചാടിക്കളിക്കുന്ന ചാടാൻ പ്രേരകമാകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ട് കുട്ടികൾ ചാടിക്കളിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനമാണ്, അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുള്ള പാട്ട് നമ്മുടെ ഗാനമേളകളിലും ഒരു വലിയ ശബ്ദത്തിൽ ഇവിടെ പുറപ്പെടുവിച്ചാലൊക്കെ അത് നമ്മുടെ ശരീരം മറ്റൊരു തലത്തിലേക്ക് തുള്ളിക്കളിക്കാനും ഒക്കെ പ്രചോദിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. അത് അതിലെ പൈശാചിക സ്പർശനമാണെന്നതാണ് മതപരമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇതിനെ മതപരമായ കർമ്മശാസ്ത്രത്തിന്റെ കോണിലൂടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് നാം സംസാരിക്കുന്നത്. അപ്പോൾ അവയിലൊക്കെ ഇൻഹിമാക്ക് വന്നുകൊണ്ട് പൈശാചിക സ്പർശനത്തിന്റെ ഭാഗമായി വരുന്ന തുള്ളിച്ചാടലുകളും അതുപോലെ തന്നെ നിഷിദ്ധമായ വികാര വിചാരങ്ങളിലേക്കൊക്കെ മനസ്സിനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവിടെ നിഷിദ്ധത വന്നത് എന്നുള്ളതാണ്. അതാണ് ഇൻഹിമാക്ക് പ്രശ്നമായത്. ഇൻഹിമാക്ക് പ്രശ്നമായി വരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ റിതം പാഡിന്റെ ഉപയോഗവും അതുപോലെ തന്നെ ദഫിന്റെ താളത്തിലുമൊന്നും ഇൻഹിമാക്കിന്റെ പ്രശ്നമോ അത് എത്ര താളത്തിൽ വെച്ചാലും നമുക്ക് തുള്ളിക്കളിക്കാനോ ഒരു പരിഭ്രാന്തിയിലേക്കോ പരിസരം മറന്നുകൊണ്ടുള്ള ഒരു ആനന്ദ ആസ്വാദന തലത്തിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകുന്നില്ല. അത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇൻഹിമാക്ക് ഇതിൽ വരുന്നില്ലാത്തത് കൊണ്ടാണ് മദ്ഹ് ഗാനങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്നത് എന്നതാണ് എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. എന്നാൽ ഇവിടെ വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ റിതം പാഡ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഈ പാട്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ മറവിൽ കീബോർഡ്, കമ്പിവാദ്യങ്ങൾ, പീപ്പിളി വാദ്യങ്ങൾ, ഗിറ്റാറ് അങ്ങനെയുള്ള സകല ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകളും പ്ലേ ചെയ്തുകൊണ്ട് കുട്ടികൾ മീലാദ് വേദികളിൽ കളിക്കുന്നു. അത് തീർച്ചയായും തടയപ്പെടണം. അത് ഉസ്താദുമാർ വളരെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. സത്യത്തിൽ ഉസ്താദുമാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹഫ് കൊണ്ട് അശദ്ദിനെ തടയിടുക എന്ന ആയുധ പ്രയോഗമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതായത് നിഷിദ്ധമായ കാലഘട്ടത്തിന്റെ വൈവിധ്യങ്ങളുടെ കൂട്ടത്തിൽ അവയെ തടയിടാൻ വേണ്ടി നമ്മൾ വളരെ അഹഫായ ഒരു ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പരിധി വിട്ട് അപ്പുറത്തേക്ക് പോവാതിരിക്കാനുള്ള ജാഗ്രത ഉസ്താദ്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. ഇപ്പോൾ അടുത്ത് ഒരു ഉസ്താദ് എന്നോട് വിളിച്ചു ചോദിക്കുകയുണ്ടായി, ഉസ്താദെ ഈ അറബിക് സിൽസില എന്ന് പറയുന്ന കലാരൂപം അത് നിങ്ങളാണ് ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നത്, അപ്പോൾ അതിൽ പല ഉപയോഗങ്ങളും പല പാട്ടുകളും ഉപയോഗിച്ചു വരുന്നു, എന്താണ് നിരീക്ഷണം എന്ന് എന്നോട് ചോദിക്കേണ്ടായി. സത്യത്തിൽ ഈ ചോദ്യം നബിദിനം വരുമ്പോഴൊക്കെ എല്ലാ പ്രാവശ്യവും എന്നോട് വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് പല സ്ഥലങ്ങളിൽ നിന്നും. കാരണം ദഫ് മുട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടു വന്ന കലാരൂപമാണ് ദഫ് കളി. ആ ദഫ് കളിയിൽ നിന്ന് എന്റെ ഒരു നിരീക്ഷണ പ്രകാരം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മറ്റൊരു കലാരൂപമാണ് അറബിക് സിൽസില. അതായത് ദഫിന്റെ താള ഉപയോഗം കുറച്ച് ആക്ഷൻസുകൾക്ക്, അതായത് ഒരു പാട്ടിന്റെ ഈ മെലഡി ടൈപ്പ് പാട്ടുകളുടെ ആശയത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ഭാവപ്രകടനം ചേർന്നുകൊണ്ട് ദഫിന്റെ ഉപയോഗം വളരെ കുറഞ്ഞ രീതിയിലുള്ള ഉപയോഗം നടത്തി നമ്മൾ കളിക്കുന്ന കളി. അതായത് ദഫിൽ കൂടുതൽ കളികളാണെങ്കിൽ, കൂടുതൽ കളികൾക്കാണ് പ്രധാനമെങ്കിൽ ഇതിൽ കൂടുതൽ ഭാവപ്രകടനങ്ങൾക്കാണ് പ്രധാനമുള്ളത്. അങ്ങനെ ഒരു കളിയെ ഞാൻ ഈ ദഫ് കളിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പല സ്ഥലങ്ങളിലും ആ കലാരൂപം അവതരിപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ അവതരിപ്പിച്ച് വരുമ്പോഴൊക്കെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മിക്കവാറും എനിക്ക് കോൾ വരാറുണ്ട്, ഉസ്താദ് നിങ്ങളാണ് ഈ കലാരൂപം ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഈ കുട്ടികൾ പല തലം തിരക്ക് പിടിച്ച അവരങ്ങനെയാണ് ചോദിക്കുക, പല കലപില എന്നുള്ള ഈ പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ നിരീക്ഷണം, എന്താണ് അതിന് കാര്യമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അവരോട് പറയാറുണ്ട്, നിഷിദ്ധമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പാട്ട് അനുവദിക്കരുതേ. ഇവിടെ ദഫിന്റെ താളമുള്ള പാട്ടുകളും അതിന്റെ താളം ഉപയോഗിക്കുന്ന റിതംപേഡ് താളവും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പാട്ടുകൾ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. മറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ നിങ്ങൾ അവിടെ അനുവദിക്കരുത് എന്ന് ഞാൻ തീർത്ത് പറയാറുണ്ട്.
അത് തന്നെയാണ് പറയാറുള്ളത്. ഈ വർഷവും എനിക്ക് വിളി വന്നു, സാറേ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെയുള്ള പാട്ടുകൾ വെച്ചാണ് ഈ സിൽസില കളിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? അനുവദിക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് അനുവദിക്കരുത്. അത് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ പാടില്ല. ഈ ഒറ്റത്താളം മാത്രം വരുന്ന ഈ റിതം പേഡിന്റെ താളങ്ങൾ മാത്രമുള്ള പാട്ടുകൾ ഉപയോഗിച്ചോളൂ. അത് നമുക്ക് എല്ലാവരും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇന്ന്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കും ചെയ്യാം, അനുവദിക്കാം. പക്ഷേ മറ്റു നിഷിദ്ധമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ നിങ്ങൾ അനുവദിക്കരുത് എന്ന് തന്നെ ഞാൻ തീർത്ത് പറയാറുണ്ട്. കാരണം ആ കലാരൂപം ഞാൻ ആളുകളിലേക്ക് എത്തിച്ച ഒരു കലാരൂപമാണ്. അതിൽ വരുന്ന നിഷിദ്ധതകൾ എന്നെ കൂടി ചരിത്രത്തിൽ കൂട്ടി വായിക്കപ്പെടുമെന്നുള്ള ഭീതി കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ നഖശിഖാന്തം ഞാൻ എതിർത്തുകൊണ്ട് ആ പാട്ടുകളെ ഞാൻ എതിർക്കാറുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, അറബിക് സിൽസില എന്ന് പറയുന്ന ഞാനാൽ നിർമ്മിക്കപ്പെട്ട് ഇവിടെ പുറത്ത് നടത്തപ്പെടുന്ന ഈ പരിപാടി ദഫ് കളിക്ക് 1 2 1 2 3 എന്ന താളത്തിൽ പോകുന്ന ഗാനങ്ങളാണ് ഉള്ളതെങ്കിൽ ഈ സിൽസിലക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. വളരെ മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ആ പാട്ടിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ഉള്ള ഭാവ പ്രകടനങ്ങളാണ് ഈ പാട്ടിനനുസരിച്ചുള്ള കളിയിൽ നാം ആവിഷ്കരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ താളം ഒരല്പം കുറഞ്ഞു പോകും, ഭാവ പ്രകടനങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ രീതിയിൽ പക്കമായി ആ പാട്ടിന്റെ ആശയത്തിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചലന നിശ്ചലന ആട്ടങ്ങൾ മിശ്രമാക്കിക്കൊണ്ടാണ് ഈ കല അവതരിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതാണ് ദഫ് കളിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഈ കലാരൂപത്തെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ച അടിസ്ഥാനപരമായ ഒരു പോയിന്റ് അതാണ്. അപ്പൊ ആ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അതിലൊരിക്കലും നിഷിദ്ധമായ മ്യൂസിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഉപയോഗിക്കരുത്. റിതം പേരിന്റെ താളം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഉപയോഗിക്കാം. അതാണ് പറയാനുള്ളത്. ഈ റിതം പേരിനെ കുറിച്ച് നമുക്ക് ഇന്ന് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല. കാരണം സുന്നി സംഘടനകളുടെ ഗാനങ്ങളിലൊക്കെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റികൾ, വിദ്യാർത്ഥി സംഘടനകളുടെ സ്റ്റേറ്റ് കമ്മിറ്റികൾ ഇറക്കുന്ന ഡോക്യുമെന്റ്സുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ പാഠവുമായി ബന്ധപ്പെട്ട ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ, ഇതൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കലാരംഗത്തെ മനോഹരമാക്കിക്കൊണ്ട് ആസ്വാദകരമാക്കി കൊണ്ടുപോകാനുമുള്ള ഒരു സൗകര്യങ്ങൾ മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഇതിനെ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മീലാദ് വേദികളെ അനുഗ്രഹീതമാക്കട്ടെ. ഇനിയും ചില സംശയങ്ങളൊക്കെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് ദഫ് പരിശീലനം, അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ തിരക്കിലാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യത്തിന് അനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഗന്ധതീരം സുഗന്ധതീരം സുഗന്ധതീരം